കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സ് തീപിടുത്തത്തിൽ അഗ്നിശമന സേന പ്രാഥമിക റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറി. ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിഷയത്തിൽ അന്തിമ റിപ്പോർട്ട് വ്യാഴാഴ്ച കൈമാറും. ശനിയാഴ്ച പുലർച്ചെയാണ് പാളയം കല്ലായി റോഡിലെ ജയലക്ഷ്മി സിൽക്സിൽ തീപിടുത്തമുണ്ടായത്. വൈദ്യുതോപകരണങ്ങളുടെ തകരാറും തീപിടുത്തത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 4 കോടി രൂപയിലേറെ സ്റ്റോക്ക് കത്തിനശിച്ചതായി ജയലക്ഷ്മി മാനേജ്മെന്റ് അറിയിച്ചു. പോലീസും അഗ്നിരക്ഷാസേനയും നഷ്ടം കണക്കാക്കിയിട്ടില്ല. മറ്റ് നഷ്ടങ്ങൾ കൂടി വിലയിരുത്തിയാൽ തോത് വർദ്ധിക്കും. അപകടത്തിൽ മുകൾ നില പൂർണ്ണമായും കത്തിനശിച്ചു. പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന 2 കാറുകളും കത്തിനശിച്ചിരുന്നു. കാറുകൾ കത്തുന്നത് കണ്ട നാട്ടുകാരും കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരുമാണ് വിവരം അഗ്നിരക്ഷാസേനയെ അറിയിച്ചത്. ആദ്യഘട്ടത്തിൽ 3 യൂണിറ്റുകളെത്തി തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തീ പടർന്നു പിടിക്കുകയായിരുന്നു. തുടർന്ന് മലപ്പുറത്ത് നിന്നുൾപ്പെടെ 20 യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണമെന്ന് നേരത്തെ തന്നെ സംശയമുയർന്നെങ്കിലും ഇതിൽ സ്ഥിരീകരണമുണ്ടായിരുന്നില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയ്ക്ക് ശേഷമേ കാരണം പറയാൻ സാധിക്കൂവെന്നുമായിരുന്നു സ്ഥലം സന്ദർശിച്ച മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞത്. വിഷു, പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെ ഭാഗമായി എത്തിയ പുതിയ സ്റ്റോക്കും കത്തിനശിച്ചിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ വലിയ നാശനഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.